എനിക്ക് ഒരു ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അവർ അതിനകത്ത് സൈറ്റിലൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അതിന്റെ സൈറ്റിലൊക്കെ വീണയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നതിൽ അവരുടെ പേരുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. ഞാനൊരു ചൂണ്ടയിട്ട് നോക്കി, ആ ചൂണ്ടയിൽ അവർ കയറി കൊത്തി. ഇതെല്ലാം പ്രശ്നമാണ്. കനേഡിയൻ കമ്പനി കാനഡയിലാണ് പോയി തുടങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഇവരുമായി കണക്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം പ്രശ്നമാണ്. കനേഡിയൻ കമ്പനി കാനഡയിലാണ് പോയി തുടങ്ങിയിട്ടുള്ളത്. ഈ കേസ് അന്വേഷണവുമായി 100% സഹകരിക്കുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ അന്വേഷണം, തനിക്കെതിരായ അന്വേഷണം വീണയുടെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാനുള്ള അവസരം കൂടിയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമവും ഷോൺ ജോർജ് നടത്തുന്നുണ്ട്. PC ജോർജിന്റെ മകൻ തന്നെ താനെന്ന് ഷോൺ ജോർജ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വീണ വിജയന് കാനഡയിൽ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയ ഷോണിത ഇപ്പോൾ മൊഴിയുന്നത് താനൊരു ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന്. അല്ലാതെ തനിക്ക് അതിനെപ്പറ്റി വിവരങ്ങളൊന്നും തൻ്റെ കൈവശം ഇല്ല, അറിയില്ല എന്ന് ഷോൺ ജോർജ് പറയുമ്പോൾ പറഞ്ഞത് അപ്പടി ഏറ്റെടുത്ത പ്രമുഖ വാർത്താ ചാനലുകൾ, പത്രങ്ങൾ ഇവരൊക്കെ എന്ത് പറയും ഇനി? ഞാനൊരു ചൂണ്ടയിട്ട് നോക്കി, അവരതിൽ കൊത്തി എന്നാണ് തൻ്റെ സ്വന്തം ഏഷ്യാനെറ്റ് ചാനലിനെ വിളിച്ചു വരുത്തി നൽകിയ ഷോണിൻ്റെ മൊഴി. എനിക്ക് ഒരു ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അവർ അതിനകത്ത് സൈറ്റിലൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അതിൻ്റെ സൈറ്റിലൊക്കെ വീണയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അവരുടെ പേരുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരത്തിൽ ഒരു വേഗമായിട്ടൊരു ഇൻഫർമേഷൻ, ഞാനൊരു ചൂണ്ടയിട്ട് നോക്കി, ആ ചൂണ്ടയിൽ അവർ കയറി കൊത്തി. ഇതെല്ലാം പ്രശ്നമാണ്. കനേഡിയൻ കമ്പനിയാണ്, കാനഡയിലാണ് പോയി തുടങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഇവരുമായി കണക്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ചിലപ്പോൾ കനഡിയൻ കമ്പനിയിൽ വീണയ്ക്ക് പങ്കുണ്ടെന്ന രേഖകൾ കിട്ടിയേക്കാം. തനിക്കറിവില്ല സത്യാവസ്ഥ. എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻസും ഇല്ല. ഡീറ്റെയിൽസ് എടുത്താൽ ഒത്തിരി വിവരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കും. എനിക്ക് അതിനെക്കുറിച്ച് തൽക്കാലം അറിവില്ല. ഞാനല്ല, ബാക്കിയൊക്കെ മാധ്യമങ്ങളാണ് എഴുതിയത്. അന്വേഷണം കാനഡയിലേക്ക് പോകണം. ചിലപ്പോൾ വീണയെ SNC ലാബിലുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന രേഖകൾ കിട്ടുമായിരിക്കും. അതൊക്കെ ആരെങ്കിലും അന്വേഷിക്കട്ടെ. ഇങ്ങനെ പോകുന്നു ഷോൺ ജോർജിൻ്റെ ഇപ്പോഴത്തെ ഒരു കുമ്പസാരം. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവർ പരാതിയിൽ പറഞ്ഞിട്ടുള്ള പോലെ അവരെയോ ഈ പരാതിക്കാരിയോ അവരുടെ ഭർത്താവിനെയോ അവരുടെ അച്ഛനെയോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും ഞാൻ പരാമർശിച്ചില്ല. ഞാൻ ആകപ്പാടെ പറഞ്ഞത്, ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം, ഇതിന് മാത്രം പെൻഷൻ ഉണ്ടോ? പക്ഷെ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് പിന്നീട് അതിന് പുറത്തുവിട്ട് എല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹമാണ്. കാരണം ഇതിന് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന ഡീറ്റെയിൽസ് മുന്നേ എടുത്തു. അപ്പം അവിടെ ഞാൻ ചെയ്ത തെറ്റെന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഞാൻ ആ കമ്പനിയുടെ പേരിട്ടപ്പോൾ അത് അവരെയാണെന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, പഴയ പഴഞ്ചൊല്ല് പോലെ ഈ കോഴിയെ കെട്ടവൻ്റെ തലയിൽ പപ്പെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങനെ അവർക്ക് തോന്നിയിട്ടായിരിക്കാം കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ഉണ്ടെന്നുള്ളതല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്. മകളുടെ സംരംഭം ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യം കൊണ്ട് തുടങ്ങിയതാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് താങ്കളുടെ ആരോപണം. അതെ. മാത്രമല്ല അവിടെയും പ്രശ്നമുണ്ട്. അതിനും 77,80,000 രൂപ മോളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ വീണയുടെ വൺ ഡേ ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള അനുസരിച്ച്. അപ്പോൾ 77 ലക്ഷം രൂപ പെൻഷൻ കാശുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് കേസിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇവർ ഈ കൊടുത്ത പരാതിയിന്മേൽ ഒത്തിരി ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ഒരു അന്വേഷണം അവർക്കെതിരെ നടക്കുന്നുണ്ട്. അപ്പം ആ അന്വേഷണത്തിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്ന് ഞാനൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അവർ അതിനകത്ത് സൈറ്റിലൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അതിൻ്റെ സൈറ്റിലൊക്കെ വീണയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അവരുടെ പേരുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരത്തിൽ ഒരു വേഗമായിട്ടൊരു ഇൻഫർമേഷൻ, ഞാനൊരു ചൂണ്ടയിട്ട് നോക്കി, ആ ചൂണ്ടയിൽ അവർ കയറി കൊത്തി. ഇതെല്ലാം പ്രശ്നമാണ്. കനേഡിയൻ കമ്പനിയാണ്, കാനഡയിലാണ് പോയി തുടങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഇവരുമായി കണക്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഇനിയും അന്വേഷണം കാനഡയിലേക്കും പോകേണ്ടതായിട്ടിരിക്കുന്നു. മാത്രമല്ല പഴയ SLC ലാബിൻ കാനഡിയൻ കമ്പനിയാണ്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ഒന്ന് ബന്ധപ്പെടുത്താൻ കഴിയും. ഏതായാലും ഈ കേസ് അന്വേഷണവുമായി 100% സഹകരിക്കുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ അന്വേഷണം, തനിക്കെതിരായ അന്വേഷണം വീണയുടെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാനുള്ള അവസരം കൂടിയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമവും ഷോൺ ജോർജ് നടത്തുന്നുണ്ട്. ഷോൺ ജോർജ് ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് താങ്കളെ പോലുള്ളൊരു അഭിഭാഷകനാകുമ്പോൾ അതിനൊരല്പം അടിസ്ഥാന തെളിവുകളെങ്കിലും വേണ്ടേ? ഇപ്പോൾ ഷോണിട്ട ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത് പിണറായി വിജയനും വീണയുമൊന്നുമല്ല, കേരളത്തിലെ മാധ്യമങ്ങളാണ്. എന്നിട്ടും ഏഷ്യാനെറ്റിൻ്റെ ചാനൽ റിപ്പോർട്ടർ പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ഇൻ്റർവ്യൂ സൈൻ ഓഫ് ചെയ്യുന്നത്. ശക്തമായി ഈ കേസിൽ മുന്നോട്ട് പോകുവാനാണ് ഷോണിൻ്റെ തീരുമാനമെന്ന കമൻറ്റും. അപ്പോൾ കേൾക്കുന്നവർ എന്ത് കരുതും? BJPയിലെത്തിയ ഷോണിന് ഏഷ്യാനെറ്റ് ചാനൽ വക ഒരു കോംപ്ലിമെൻ്റ് ഇൻ്റർവ്യൂ, അത്ര തന്നെ. അധ്യാപികയായി പെൻഷൻ പറ്റിയ പിണറായി വിജയൻ്റെ ഭാര്യയുടെ നീക്കിയിരിപ്പ് എത്ര?
അത് എത്ര കരുതലോടെയാണ് ഷോൺ ജോർജ് അന്വേഷിച്ചിറങ്ങിയത്. എന്നിട്ട് പെരുവഴിയിലായപ്പോൾ തനിക്കെതിരെ കേസ് നൽകിയ വീണ വിജയനെ നേരിടുമെന്നൊരു വീമ്പിളക്കലും. പിണറായിക്കെതിരെയും മന്ത്രി റിയാസിനെതിരെയും വീണയ്ക്കെതിരെയും താൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് എന്തിനാ തനിക്കെതിരെ കേസെടുത്തത് എന്നൊരു പരാതിയും. അച്ഛൻ തുള്ളുന്നത് കണ്ടിക്കാലത്ത് മക്കളും തുള്ളാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുമെന്ന് വ്യക്തമാകുന്നു. തുള്ളൽ നിർത്തി അച്ഛനാകട്ടെ വീട്ടിലും ഇരിപ്പായി. ഷോൺ ഇനി അങ്കത്തട്ടിൽ ബാല്യവും ഏറെയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ അച്ഛനോ തനിക്ക് പത്തനംതിട്ട വച്ചു തിട്ടാൻ പോകുന്ന BJPക്ക് വേണ്ടി ഷോൺ ഇട്ട ചൂണ്ടയാണ് വീണ വിജയനെതിരെ കാടടച്ച് വെടിവെച്ചത്. ചൂണ്ടയിട്ട ശേഷമാണ് അതിൽ കൊളുത്താനുള്ള ഇര BJPക്കാർ നൽകിയില്ല എന്ന് ഷോണിന് മനസ്സിലായത്. ചൂണ്ടയിൽ ഇര കോർക്കുമോ എന്ന് പോലും നോക്കാതെ BJPക്കാർ പിൻവാങ്ങുകയും ചെയ്തു. കാരണം അവർക്ക് പദയാത്ര എവിടെയെങ്കിലും കൊണ്ടൊന്ന് മുട്ടിക്കണം. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും ഈ യാത്ര കാരണം സംഭാരം വിതരണം ചെയ്യാൻ BJPക്ക് ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഇത്രയും ദിവസം കേരളത്തിൽ സർപ്രൈസ് വിസിറ്റുമായി യാത്ര തുടർന്നിട്ട് എന്തായി? അതൊന്നുകൊണ്ടും കേന്ദ്രത്തെ ഇംപ്രസ് ചെയ്യാൻ ഒന്നുമാകുന്നില്ല. ആ വിഷമത്തിലാണ് BJP ഇപ്പോൾ. തൃശ്ശൂരിലാകട്ടെ സുരേഷ് ഗോപി തുറന്നുവിട്ട ആ കുടം തുറന്നുവിട്ട ഭൂതത്തെ കൊണ്ട് ഒന്നും നടക്കുന്നുമില്ല. ഗോപിയാശാനാണെങ്കിൽ ഇനി കലാമണ്ഡലത്തിൽ ചെന്ന് കൂടിയാട്ടം കൂടി അഭ്യസിച്ചാൽ മതി. ബാക്കി എല്ലാ നടനവും തൃശ്ശൂരിൽ എടുത്തു പുറത്തിട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇവരെയൊക്കെ വെട്ടി സൂപ്പർ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ അവതരിക്കുക മാത്രം മതി. ബാക്കിയൊക്കെ അച്ഛനും മകനും ചേർന്ന് ചെയ്തുകൊള്ളും. ആ ശ്രമങ്ങൾക്കാണ് BJP കടക്കൽ കത്തിവെച്ചത്. അതിന് പിന്നാലെ ഇനി വീണ വിജയൻ നൽകിയ കേസും നേരിടണം. വീണ ചില്ലറക്കാരിയൊന്നുമല്ല. അസത്യം പ്രേരിപ്പിച്ച ഷോൺ ജോർജിന്റെ വക്കീൽ കുപ്പായം അഴിച്ചു വെക്കുമെന്ന് ശപഥമെടുത്തിരിക്കുകയാണ് വീണ. വീണയെ മാത്രമല്ല പറഞ്ഞത്, വീണയുടെ ഭർത്താവായ മന്ത്രി റിയാസിനെ, വീണയുടെ അമ്മയെ, വീണയുടെ അച്ഛനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ. ഒടുവിൽ ഷോൺ ജോർജ് കൈമലർത്തിയിരിക്കുന്നു. തനിക്കൊന്നും അറിയില്ല, താൻ വെറുതെ ഒരു ഇരയിട്ട് നോക്കിയതാണെന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ?